ഇവിടെ ഇപ്പം നമുക്കിവിടെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കാണാനുള്ള സാധനം എന്തൊക്കെയാണ്? അതായത് നമുക്ക് 14 കൊട്ടാര കെട്ടിടങ്ങളാണ്. പൂമുഖം, മന്ത്രശാല, ഊട്ടുപുര, പിന്നെ തായ് കൊട്ടാരം, ഉപ്പരിക്ക മാളിക, പിന്നെ കണ്ണാടിത്തളം, പെയിൻറ്റിങ് ഹാള്, പിന്നെ ഇന്ദ്രവിലാസം ഗസ്റ്റ് ഹൗസ്, പിന്നെ ഒരു തെക്കേ കൊട്ടാരം എന്ന് പറഞ്ഞാൽ പഴയ പുരാവസ്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിരുന്ന ഒരു തെക്കേ കൊട്ടാരം, പിന്നെ ഒരു നവരാത്രി മണ്ഡപം, പിന്നെ കുറേ പോർഷൻ ഒരു 14 കൊട്ടാര കെട്ടിടങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാം തന്നെ നല്ല ഒരു രീതിക്കുള്ള കെട്ടിടങ്ങളാണ്. മുഴുവനും തടിയിലും കല്ലും മണ്ണും ഇങ്ങനെയുള്ള വർക്കുകളാണ്. അത് തന്നെ പഴയ രീതിക്കുള്ള പുരാതനമായിട്ടുള്ള ഇതെല്ലാം ഇത് ഇന്നും ആ പഴമയോട് തന്നെ വച്ചേക്കുവാണ്. അതിൽ യാതൊരു മാറ്റം, കറണ്ട് ഒന്നും എടുത്ത് ലൈറ്റിംഗ് ഒന്നുമില്ല. പഴയ രീതിക്ക് തന്നെ. ഇപ്പോൾ ചില ഓടുകൾ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളും ഇവിടെ വരുത്തിയിട്ടില്ല. ചെറിയ ചെറിയ വർക്കുകളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പാസേജ് പോലെയാണല്ലോ കെട്ടിയിരിക്കുന്നത്. ഇത് പെണ്ണുങ്ങൾ ആ കാലങ്ങളിൽ റോയൽ ഫാമിലി ലേഡി പ്രസവസ്ത്രീ കാലങ്ങളിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള നടമാളികയായിരുന്നു. അവർ പുറമേക്ക് ഇറങ്ങത്തില്ല. അതിൻ്റെ ഉള്ളിലിരുന്ന് പുറമേ ഉള്ളവർ അവരെ കാണാത്ത രീതിക്കായിരുന്നു അവർ നടക്കുന്നത്. അതാണ് നടമാളിക എന്ന് പറയും. അവർക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് നിൽക്കുന്നവരെ കാണാൻ കഴിയും, എന്നാൽ പുറത്ത് നിൽക്കുന്നവർക്ക് ഉള്ളിലോട്ട് കാണാൻ പറ്റില്ല. ആ രീതിക്കുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളാണ്.